ഇത്ര സത്യങ്ങളൊക്കെ വീട്ടുകാരോട് തുറന്നു പറയാണ്. ആര്യനും അതുപോലെ തന്നെ ദൈവമംഗളും നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് കേട്ട അച്യുതൻ ചോദിക്കണ്ട, നമ്മുടെ മാനം രക്ഷിച്ചെന്നോ? ആര്? ഈ ആര്യനോ? നീ എന്തൊക്കെയാ ഇത്ര പറയണം? പുതിയ കഥ ഉണ്ടാക്കുമായിരിക്കും അല്ലെ? അനന്തം വന്ന് പറയണ്ട, മോളെ നിനക്ക് എന്താ പറയാനുള്ളത്? ഈ ആര്യൻ നമ്മുടെ കുടുംബത്തെ എങ്ങനെ രക്ഷിച്ചു എന്നാ നീ പറയണത് എന്ന് ചോദിക്കുമ്പോൾ മിത്ര നടന്ന സംഭവങ്ങളൊക്കെ തന്നെ പറയാണ്. ഗുരുവായൂരിച്ചിട്ട് മിഥുനെ വിവാഹം കഴിക്കാൻ പോയതും, മിഥുൻ തന്റെ സ്വർണവും പണമായിട്ട് മുങ്ങാൻ നോക്കിയപ്പോൾ മിത്ര ഇതിന്റെ പുറകെ പോയതും, മിഥുൻ തള്ളിയിട്ട് കാറിൽ കയറിപ്പോയതും, ശേഷം മിത്ര ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ നന്ദൻ എന്ന് പറഞ്ഞ ഒരാളെ രക്ഷിച്ചതും, രണ്ടാമത്തെ പ്രാവശ്യം കെട്ടിത്തൂങ്ങി ചാവാൻ പോയപ്പോഴേക്കും ആര്യനും അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയും മീനാക്ഷിയും അതുപോലെ നന്ദനും നന്ദന്റെ വൈഫും എല്ലാവരും ഇവിടെ വന്ന് രക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയാണ്. ഇതൊക്കെ അച്യുതൻ ഒരു പുച്ഛത്തോടെയാണ് കേൾക്കുന്നത്. പക്ഷെ അനന്തൻ വളരെ വിഷമത്തോടും സ്നേഹത്തോടു കൂടി തന്നെ അത് കേൾക്കണം. ആര്യന്റെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കാണ് അനന്തൻ. അപ്പൊ നന്ദിനിക്കും മനസ്സിലാവുന്നുണ്ട് മോള് പറഞ്ഞ സത്യം തന്നെയാണ്, തന്റെ മോള് പറഞ്ഞ സത്യമാണെന്ന് സ്വന്തം അച്ഛനമ്മയ്ക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരൊക്കെ നുണയാണെന്ന് പോലും വിചാരിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോളെ നീ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണെങ്കിൽ തലയെ തൊട്ട് സത്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ മിത്ര മുത്തശ്ശിയുടെ തലയെ തൊട്ട് സത്യം ചെയ്ത് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, ഞാൻ നുണ പറഞ്ഞതല്ല മുത്തശ്ശി. ഞാനും ആര്യനും തമ്മിൽ ഒരു റിലേഷനോ ഒരു സ്നേഹബന്ധമോ ഒന്നും ഉണ്ടായിരുന്നില്ല വിവാഹശേഷം. പക്ഷെ ഞാനിപ്പോ എന്റെ ആര്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ ലോകത്തെ മറ്റെന്തിനേക്കാളും ആര്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആര്യൻ എനിക്ക് വേണ്ടി വലിയൊരു ത്യാഗമാണ് ചെയ്തത്. അപ്പൊ ആര്യനെ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ? തീർച്ചയായിട്ടും മോളെ നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അനന്ത നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അനന്തം പറയണ്ട്, അമ്മേ ഈ കാര്യങ്ങളിൽ പകുതി കൂടുതൽ നമ്മുടെ സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ച എസ് എ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇവള് സ്നേഹിച്ച പയ്യൻ വേറെ ആരുമല്ല, ആ മിഥുനാണ്, അലോകിന്റെ കൂട്ടുകാരൻ. ഇവിടെ ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ടായിരുന്നില്ലേ, അവനാണ്. അവനേതോ കേസിൽ കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെയാണ് അത് മിത്രയുടെയാണെന്ന് അവന്റെ വായിൽ തന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞ് മിത്രനെ വിളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തത്. അപ്പോഴും ആര്യം മിത്രയോട് പറഞ്ഞത് ഈ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ കൊണ്ടേ കൊടുക്കാനാണ്. പിന്നെ സ്വർണം പണയം വെച്ചതൊക്കെ എന്റെ മോളുടെ ഒറ്റ നിർബന്ധത്തിലാണ്. പക്ഷെ ഞാൻ അവളെ കുറ്റം പറയുന്നില്ല. എത്ര കൊടുത്താലും എന്ത് കൊടുത്താലും മതിയാവില്ല ആര്യന്. മോനെ ആര്യ, നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ വൈകിപ്പോയടാ. അച്യുതൻ പറഞ്ഞു, ചേട്ടന് നാണമില്ല ഏട്ടാ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. ഈ ആര്യനാണ് ചേട്ടൻ എടുത്തു പോക്കി തലയിലേക്ക് വെക്കുന്നത്. ഇവന് എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ മോളെ ചേട്ടന് വലിയ വിശ്വാസമായിരിക്കും. അവൾ പറഞ്ഞതൊക്കെ സത്യമെന്ന് ചേട്ടൻ ഇങ്ങനെ വിശ്വസിക്കല്ലേ? അവളൊരു കഥ ഉണ്ടാക്കി പറയാണ് അവളുടെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട്. അപ്പൊ ഇത് കേട്ട് ഗോമതി പറയണ്ട്, എന്റെ മോൾ ഒരു കഥ ഉണ്ടാക്കി പറയല്ല, ഇത് നടന്ന സംഭവമാണ്. ഞാൻ ആ സമയത്ത് ഒന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ, എന്റെ ചേട്ടന്മാര് ഒരിക്കലും നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടരുത് എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇതിന്റെ പേരിൽ ആര്യൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ബാലേട്ടന് ആദ്യം ഒന്നും സത്യം അറിയില്ലായിരുന്നു, ആർക്കും അറിയില്ലായിരുന്നു. എനിക്കും മീനുവിനും ആര്യനും മിത്രയ്ക്കും അല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു. ഈ ഇടക്ക് അതായത് മിഥുന് ഒരു ആക്സിഡന്റ് ആയിട്ട് റോട്ടിൽ നിന്ന് നമ്മുടെ ബാലേട്ടൻ എടുത്തോണ്ട് വന്ന് വീട്ടിൽ കൊണ്ടേ വെച്ചായിരുന്നു. പക്ഷെ മിഥുനാണെന്ന് ബാലേട്ടൻ അറിയില്ലല്ലോ. അതിനുശേഷമാണ് മിഥുനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ബാലേട്ടൻ അറിയുകയും ചോദിക്കുകയൊക്കെ ചെയ്തത്. അപ്പോഴാണ് ബാലേട്ടൻ പോലും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ബാലേട്ടനെ കുറച്ചു മുമ്പ് മനസ്സിലാക്കി, പക്ഷെ ആകാശും ആനന്ദൊക്കെ ഇപ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കണത് എന്ന് പറയാണ്. അപ്പൊ എല്ലാവർക്കും ഇത്ര പണ്ട് എന്നോട് ക്ഷമിക്കണം, എന്നൊരു മോശം പെണ്ണായിട്ട് ആരും കാണരുത്. ഞാൻ അവനെ വിശ്വസിച്ചു പോയി, അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ സംഭവിച്ചതെല്ലാം ഇത് തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും അച്യുതൻ പറഞ്ഞ, ഏട്ടാ ഇതൊന്നും വിശ്വസിക്കല ഏട്ടാ, ഇത് ഈ സ്വർണം ഏട്ടൻ തന്നെ കൈ വെച്ചോ, വാ എല്ലാവർക്കും പോകാം എന്നിട്ട് അകത്തേക്ക് വിളിക്കണം. അപ്പൊ അലോകിനെ മനസ്സിലായത് സത്യമാണെന്ന്. അലോക് മനസ്സിൽ വിചാരിക്കണ്ട് ഇത് സത്യം തന്നെയാണ്, കാരണം അലോകിന് ഇത് നേരത്തെ തോന്നിയ കാര്യമാണ്. അങ്ങനെ അലോക് അച്ഛനെ വിളിച്ച് മാറ്റി നിർത്തി പറയണ്ട്, അച്ഛാ അവള് പറഞ്ഞത് സത്യം തന്നെയാണ് അച്ഛാ. അത് നിനക്ക് എങ്ങനെ അറിയാടാ? ഇവളും മിഥുനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇവള് മിഥുന്റെ കൂടെയാണോ ഇറങ്ങിപ്പോയെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവള് പറഞ്ഞ സത്യം തന്നെയാണ്. എന്നാലും ആര്യൻ ഇവളുടെ അടുത്ത് എന്തിനാണ് തലയെ വെച്ചത്? അല്ല എനിക്ക് അവന് ഇഷ്ടമൊന്നുമല്ല, നമ്മുടെ ശത്രുവിന്റെ മകനാണ്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത വേറൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ആരെങ്കിലും അടുത്ത് തലയെ വെക്കോ? എനിക്ക് അതാണ് വിശ്വാസമില്ലാത്തത്. അതെന്തെങ്കിലും ആവട്ടെ അച്ഛാ, വാ നമുക്ക് അധികം ഇവിടെ നിൽക്കാതിരിക്കണേ നല്ലത്. പിന്നെ അവള് സാക്ഷികളും കാര്യങ്ങളെ കൊണ്ട് ഒന്നും കൂടി തെളിയിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് വീട്ടിലേക്ക് മുങ്ങാം. എല്ലാരും വന്നേ മീറ്റിംഗ് ഒക്കെ പിരിച്ചുവിട്ട് എല്ലാരും അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞിട്ട് അച്യുതൻ എല്ലാരും വിളിച്ചോണ്ട് പോകുമ്പോ അനന്തം മാത്രം അവിടെ തന്നെ നിൽക്കുക കേട്ടോ. നമ്മുടെ നന്ദിനിയും നിൽക്കുന്നുണ്ട്. രണ്ടുപേരോട് കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ആര്യന്റെ മുമ്പില്. തന്റെ മകളുടെ ജീവിതം രക്ഷിച്ച ആര്യന്റെ മുമ്പിൽ കൈ കൂപ്പി പിടിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം അനന്തൻ കരഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. മിത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാലൻ മിത്രടുത്ത് പറഞ്ഞത്, നീ എന്തിനാ മോളെ ഇതൊക്കെ അവരോട് പറഞ്ഞത്? അവരിതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ക്യാരക്ടറിനല്ലേ അവര് മോശമായിട്ട് കാണുന്നത്. സാരില്ല അങ്കിളെ, കാരണം വെച്ചാൽ ആര്യനെ മോശമായിട്ട് കാണരുത്, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് മിത്ര പറയാണ്. അങ്ങനെ ആര്യനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുവാണ് ചെയ്യണം കേട്ടോ. വീട്ടിലെത്തിരി പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കഷനാണ് എല്ലാവരും. അപ്പൊ ആകാശും ആനന്ദൊക്കെ പറഞ്ഞിരുന്നാലും ഇതൊക്കെ ഇത്രയും വലിയ സംഭവം ഉണ്ടായ കാര്യം അമ്മ പോലും ഞങ്ങൾക്ക് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ മിത്ര പറയണ്ട, അത് വേറൊന്നുമല്ല, എന്നെ മോശക്കാരായിട്ട് നിങ്ങൾ കാണാതിരിക്കാനായിട്ടാണ് അപ്പച്ചി ഇതൊന്നും പറയാതിരുന്നത്.
ആനന്ദും ആകാശും പറയുന്നുണ്ട്, മിത്രേ ഇതൊക്കെ കേട്ട് ഞങ്ങൾക്ക് നിന്നോട് ഒരു തെറ്റിദ്ധാരണയില്ല. ഞങ്ങൾക്ക് ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ആര്യനെ പറ്റിയ പെൺകുട്ടി തന്നെയാ നീ. സ്നേഹിക്കാത്തതായിട്ട് ആരുമില്ല. നീ ഒരാളെ സ്നേഹിച്ചു, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. പക്ഷെ അയാളെ നിന്റെ പണത്തിനും സ്വർണത്തിനും വേണ്ടി നിന്നെ ചതിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ആര്യനെ നിന്നെ കിട്ടിയത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കണ കാണുമ്പോൾ ഞങ്ങൾക്കാണ് ഇപ്പൊ സന്തോഷം എന്നൊക്കെ പറയാണ്. മിത്ര പറയണ്ട, ആര്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ആര്യൻ എന്നോട് ദേഷ്യമായി കാണോ? മീനാക്ഷി പറയണ്ടേ, ഇല്ലടി, ആരും നിന്നെ മനസ്സിലാക്കാതെ വേറെ ആരെ മനസ്സിലാക്കാനാ? ഒരു കുഴപ്പമില്ല, അവൻ കുറച്ചു കഴിയുമ്പോൾ വരും. സത്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിഞ്ഞപ്പോഴേക്കും അവന് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആര്യനാകെ വിഷമിച്ച് എവിടെയോ പോയി നിൽക്കാട്ടോ. അനന്തൻ ആര്യനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് അനന്തനും അതുപോലെ തന്നെ നന്ദിനിയും കൂടി ആര്യനെ കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ. എന്നിട്ട് ആര്യനെ കെട്ടിപ്പിടിച്ച് ആര്യന്റെ കാലിൽ വീണും അനന്തൻ നന്ദിയും സോറിയൊക്കെ പറയാണ്. തന്റെ മകളുടെ ജീവൻ രക്ഷിച്ച ആര്യ, നിനക്ക് ഞങ്ങൾ എന്താണ് തരേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആര്യം പറയണ്ട, അങ്കിളുടെ മോളെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ ഞാൻ ശത്രുവിനെ പോലെ തന്നെയാണ് കണ്ടത്. പക്ഷെ വിവാഹശേഷമാണ് അവളുടെ മനസ്സിലെ നന്മ ഞാൻ മനസ്സിലാക്കിയത്. അവളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു നന്മ ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ മാമനും അതുപോലെ തന്നെ അമ്മായിയാണ്. നിങ്ങളുടെ മനസ്സിലെ നന്മയാണ് മിത്രക്ക് കിട്ടിയത്. അതുകൊണ്ടാണല്ലോ അവള് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ പോലെ എന്നെ സഹായിക്കാൻ പോയത്. ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി വന്നേന്നല്ല, എനിക്ക് വേണ്ടി അവൾ അത്രയൊക്കെ ചെയ്തല്ലോ, റിസ്ക് എടുത്തിട്ട്. അത് ആലോചിച്ചിട്ട് എനിക്ക് വിഷമവും സങ്കടമൊക്കെ വന്നിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പൊ അനന്തം പറയണ്ട, മോനെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, നിന്നെ സഹായിക്കാൻ ഞാനുണ്ട്. നന്ദിനിയുണ്ട്. ഞങ്ങളെ നീ സ്വന്തം അമ്മയും അച്ഛനെയും പോലെ കാണണം, ഗോമതിനെയും ബാലനെയും കാണുന്ന പോലെ. അത് കേട്ട് ആര്യം പറയണ്ട, എനിക്ക് നിങ്ങൾ അതുപോലെ തന്നെയാ കാണുന്നത്. മിത്രയുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും തന്നെയാണ്. മിത്ര അത്രമാത്രം എന്റെ അച്ഛനും അമ്മേനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോ പറഞ്ഞ സഹായമൊന്നും എനിക്കിപ്പോ വേണ്ട. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, അത്രേ എനിക്കുള്ളൂ. എന്നെ സഹായിക്കാന്ന് പറഞ്ഞതാണ് അച്ഛനും അതുപോലെ തന്നെ മീനാക്ഷിയടത്തും എല്ലാവരും പറഞ്ഞതാ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോൺ ഞാൻ അടയ്ക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ അതിൽ എഫേർട്ട് എടുക്കണം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സഹായം ഒന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അനന്തൻ പണ്ട്, ശരി മോനെ എന്തിന് സഹായമാണെങ്കിൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞിട്ട് അനന്തൻ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അനന്തൻ പിന്നീട് ബാങ്കുകാരോട് സംസാരിക്കുകയാണ്. അനന്തന ബാങ്കുകാരുടെ ഭയങ്കര ഡീലാണല്ലോ. ആര്യൻ ലോൺ ചോദിച്ചു വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അടുത്തുള്ള ബാങ്കില്. വന്നിരുന്നു. ആ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മകനല്ലേ? അതെ. അവനെന്താ ലോൺ കൊടുക്കാതിരുന്നത്? അത് വ്യക്തമായിട്ടുള്ളൊരു ആധാരോ അല്ലെങ്കിൽ പണയം വെക്കാനോ അല്ലെങ്കിൽ സ്വർണ്ണോ അങ്ങനത്തെ ഒന്നും തന്നില്ല. ജസ്റ്റ് ഒരു വ്യവസായം തുടങ്ങാൻ ലോൺ, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഇല്ലേ സർ, അതാ കൊടുക്കാതിരുന്നത്. എങ്കിൽ അവന് ലോൺ കൊടുക്കണം. എന്ത് ഫോർമാലിറ്റീസ് ആണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ കാരണമാണ് ലോൺ കൊടുക്കുന്നത്, ആരും അറിയരുത് എന്ന് അനന്തം പറയാണ്. അയാൾക്ക് ലോൺ സാങ്ഷനായി, അതുകൊണ്ട് ലോൺ കൊടുത്തു, അങ്ങനെ മാത്രമേ അറിയാൻ പാടുള്ളൂ. ശരി സർ, എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തോളാം. പിന്നെ ലോൺ അടവൊക്കെ ആരിനും മുടക്കം വരുത്തിയാലും എന്നെ രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് അനന്തം പറയണം. അങ്ങനെ അനന്തം മുഖേനയാണ് ബാങ്കുകാർ പിന്നെ ആര്യനെ വിളിക്കുന്നത്, ലോൺ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആര്യന് എപ്പോഴും സംശയമൊന്നുമില്ല കേട്ടോ, അനന്തനാണ് സഹായിക്കുന്നത്. ആര്യന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാണ് ആര്യന് ആ ഒരു ബിസിനസ് തുടങ്ങുന്നത്. എന്തായാലും ഈ ഒരു ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.